മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ടോൾ ജംഗ്ഷൻ, ഇടപ്പള്ളി, പള്ളുരുത്തി, തൃപ്പൂണിത്തുറ, കാലടി, എരമലൂർ, അരൂർ പള്ളി, തുറവൂർ, തൃശൂർ. ലഹരി വിമുക്ത കൗമാര കേരളത്തെ കൈകോർക്കാം K7 കേരളം ക്യാമ്പയിനിലേക്ക്. ലഹരിക്കെതിരെ എന്നുള്ളൊരു പോരാട്ടം സത്യത്തിൽ എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായത്തിൽ ന്യൂജൻ പിള്ളേരെല്ലാവരും ലഹരിക്ക് അടിമകളാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല, എൻ്റെ വ്യക്തിപരമായിട്ടുള്ളത്. പക്ഷേ ന്യൂജൻ പിള്ളേരെല്ലാവരെയും ലഹരിക്ക് അടിമകളാണ് എന്ന് വരുത്തി തീർക്കലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംവിധാനം. സത്യത്തിൽ ഒരു പ്രദേശത്തിനകത്ത് 5% പേരിൽ മാത്രമേ രാസലഹരി ഉപയോഗിക്കുന്നുള്ളൂ. സർക്കാർ സ്പോൺസർഡ് മദ്യമാണ് 60% ഉപയോഗിക്കുന്നത്. ഈ മദ്യം ഉപയോഗിച്ചതിന്റെ പേരിലാണ് കുടുംബങ്ങൾ തകർത്തിട്ടുള്ളത്. സംസ്ഥാന സർക്കാർ എല്ലാം പ്രഖ്യാപിക്കേണ്ടത്. കരുനാഗപ്പള്ളി ഇപ്പോൾ ഫസ്റ്റ് അടിക്കും, ചാലക്കുടിയിൽ ഇപ്പോൾ അടുത്തത് വരാൻ വേണ്ടി പോകണം. ഇങ്ങനെ മത്സരിച്ച് മയക്കുമരുന്നിനെതിരായിട്ടുള്ള പോരാട്ടം, ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടം എന്ന് പറയുന്നത് തികച്ചും പ്രഹസനമെന്ന് പറഞ്ഞു. സത്യത്തിൽ ഇവർക്കൊരു ഓൾട്ടർനേഷനാണ് കൊടുക്കേണ്ടത്. കളിസ്ഥലങ്ങൾ വികസിപ്പിച്ചെടുക്കാൻ നോക്കാം, അവരുടെ ആ സംവിധാനങ്ങൾ എത്രത്തോളം മെച്ചപ്പെടുത്തിയെടുക്കാൻ നോക്കാം. ഇങ്ങനെ മെച്ചപ്പെടുത്തിയെടുത്താൽ മാത്രമേ അവർക്കൊരു ഓൾട്ടർ പറയുമ്പോഴത്തേക്കും കലയെ പരിപോഷിപ്പിച്ചെടുക്കുക, സാഹിത്യപരമായിട്ടുള്ള ഉന്നതിയിലേക്ക് എത്തിക്കുക എന്നുള്ളത് മാത്രമാണത്. ഇവിടെ നമ്മളെ തമ്പടിച്ചു കൂടുന്ന പ്രദേശത്തിനകത്ത് തമ്പടിച്ചു കൂടുന്ന എല്ലാ സാംസ്കാരിക സംഘടനകളും അവർ സ്വയം നിയമം കയ്യിലെടുക്കാനാണ് ശ്രമിക്കുന്നത്. ആരെങ്കിലുമൊക്കെ തന്നെ രാത്രി കാലങ്ങളിൽ ഇറങ്ങിയിട്ട് സ്ക്വാഡ് നടത്തിയിട്ട് കണ്ടെത്തി കൊടുക്കും എന്ന് പറയുമ്പോൾ ഇവരാരെങ്കിലും സാക്ഷി നിൽക്കുന്നുണ്ടോ? ഒരു നിയമ സംവിധാനത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറഞ്ഞാൽ തന്നെ എന്ന് പറഞ്ഞെങ്കിൽ സിവിൽ സാക്ഷിയാണ് പ്രധാനം. പോലീസുകാർ ഒരു 3 സാക്ഷികളുണ്ടാവും. സിവിൽ സാക്ഷി എന്നുണ്ടെങ്കിൽ ഇത് കണ്ടു എന്ന് പറയപ്പെടുന്ന ഒരു പൊതുജനത്തിന്റെ വ്യക്തിയായിട്ടുള്ള സാക്ഷ്യം. ഇവിടെ എല്ലാവർക്കും കേസ് പിടിച്ചു എന്ന് പറയാൻ വലിയ കൊട്ടിഘോഷിക്കുന്ന സംവിധാനമായിരിക്കും. എന്നാൽ ഒരാള് തന്നെയാണ് ഇവരുടെ വിജയം. പോലീസിനിപ്പോൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, പ്രധാനപ്പെട്ട പോലീസിനൊന്നും യാതൊരു കാരണവശാലും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം 100 സമൂഹത്തെ കാർന്നു തിന്നുന്ന മരുന്നിനെതിരെയുള്ള ഈ പോരാട്ടത്തിൽ ഇതൊരു കണ്ണിയാകാൻ കഴിയുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു അനുഗ്രഹമായിട്ടാണ് മനസ്സിലാക്കുന്നത്. അതിന് ഏറ്റവും പ്രതിരോധിക്കാൻ പറ്റിയ സത്യം എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ കുടുംബത്തിൽ നിന്ന് തുടങ്ങുക എന്നതാണ്. കുടുംബം കഴിഞ്ഞിട്ട് വേണം നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ നമ്മൾ സമൂഹത്തിൽ കൂട്ടായി കിട്ടുന്ന തീരുമാനങ്ങളായിരുന്നു ഇതിന് ഏറ്റവും കൂടുതൽ അനുയോജ്യമാകുന്നതെന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മളെ കുടുംബം നോക്കാതെ എൻ്റെ മക്കളത് ചെയ്യില്ല, അവരാകാഴ്ചയ്ക്ക് പോകില്ല എന്നുള്ള ആ ഒരു തീരുമാനം രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നതാണ് നമ്മുടെ വരുന്ന തലമുറകൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പ്രയോജനം. അപ്പോൾ അവർക്കറിയാം അവരുടെ വാപ്പയും ഉമ്മ അല്ലെങ്കിൽ അച്ഛനും അമ്മയും അതിലുള്ള വിശ്വാസം അതാണ് ഇന്നും മുതലെടുക്കുന്നത്. കഴിയുന്നതും നമ്മൾ അവരുടെ ഒരു കൂട്ടുകാരനോ കൂട്ടുകാരിയോ ആയി കണക്കാക്കി നമ്മുടെ കുഞ്ഞു മക്കളെ